എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഡെങ്കിയുടെ കമ്പനിയാണ് കാണിക്കുക. അവിടെയാണെങ്കിൽ ഒരുപാട് തൊഴിലാളികളൊക്കെ കൂടെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ നടത്തിപ്പ് ശരിയല്ല, എംപ്ലോയീസിനോടുള്ള സമീപനം ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ് അവിടെയുള്ള തൊഴിലാളികൾ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുക. ഡെങ്കിയും കമ്പനി എം ഡിയും അവർ രണ്ടുപേരും ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഡെങ്കി പറയും, ആക്ച്വലി നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടല്ലേ ചെയ്തേ, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തതാണ്, പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന് അവരിറങ്ങി തിരിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈ മാറ്റർ ബൊറൂട്ടോയും ഫാമിലിയും ഇപ്പൊ ടി വിയിൽ കാണുകയാണ്. ഹീമാവർ ചോദിക്കും, ഈ കമ്പനി അത് ചേട്ടന്റെ ഫ്രണ്ട് ഡെങ്കിയുടെ കമ്പനിയല്ലേ, ഇവര് ഇത്രയും ബാഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? അതിന് ബൊറൂട്ടോ പറയും, ഒരിക്കലുമല്ല, ഇതിന്റെ എല്ലാം പിന്നില് ആ വില്ലൻ കൂട്ടം അവര് തന്നെയാണ്, ആ വില്ലൻ ഗ്യാങ് അവര് തന്നെയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വില്ലന്മാരെ കാണിക്കും. ആ മെയിൻ വില്ലൻ പറയും, നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്റെ നെഞ്ചിപ്സു അതുപയോഗിച്ച് ഞാൻ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു. വളരെ എളുപ്പത്തിൽ അവരെ കൺട്രോൾ ചെയ്യാനും അവരെ കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എന്നെ കൊണ്ട് ഇപ്പൊ കഴിയും. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മളായിരിക്കും ഇനി ഈ ഗ്രാമത്തിലെ സൂപ്പർ സ്റ്റാർ. പിന്നെ ആ പയ്യൻ അവൻ ചോദിക്കും, നമ്മൾ ആക്ച്വലി നല്ല കള്ളന്മാരല്ലേ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നത് മാത്രമല്ലേ നമ്മുടെ ലക്ഷ്യം, പിന്നെന്തിനാ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? അതിനാള് പറയും, ഇതും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. നിനക്കതിപ്പോ മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിനക്കത് മനസ്സിലാവും. കട്ട് ചെയ്താ ഇപ്പൊ നറൂട്ടോയുടെ മാൻഷനിലും ഈ ഒരു ന്യൂസ് എത്തും. നറൂട്ടോ ചോദിക്കും, ഇത്രയും നാളും ആ കമ്പനിയെ കുറിച്ച് യാതൊരു പരാതി ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് ഇപ്പൊ എന്താ ഉണ്ടായേ? അതിന് ഷിക്കട പറയും, ജനങ്ങളിപ്പോ ചിന്തിച്ചിരിക്കുന്നത് വൻകിട കമ്പനികള് അവരാണ് പാവപ്പെട്ട ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്നാണ്. ഇതിന്റെ പേരിലാണ് അവരിപ്പോ ഈ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിലും ആ ക്രിമിനൽ ഗ്യാങ്സ് അവർ തന്നെയാണെന്നാണ്. പക്ഷേ എങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ബൊറൂട്ടോ പറയും, അവരവരെ പോലെ തന്നെ ജനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നോ അത് തന്നെ ജനങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അത് മുതലെടുക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. ഈ ഗ്രാമത്തിന്റെ റെസ്പോൺസിബിലിറ്റി അത് നമുക്കാണ്. ഓർഗനൈസ് ആയി ഞാനിപ്പോ തന്നെ പോലീസ് ഫോഴ്സിന്റെ കൂടെ പോയി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോവാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോ അവനിപ്പോ അവന്റെ ഫ്രണ്ട്സിനെ തേടി റെസ്റ്റോറന്റിലേക്ക് വരാണ്. അപ്പവും വീണ്ടും കാണും ജനങ്ങളെല്ലാവരും ചേർന്ന് ആ കള്ളക്കൂട്ടത്തെ അവരെ സപ്പോർട്ട് ചെയ്ത് വലിയ വലിയ കമ്പനികൾക്കെതിരെ ഇപ്പൊ സമരം ചെയ്യാണ്. ചോച്ചോ പറയും, ഇതെങ്ങനെ സംഭവിച്ചു? ആ കള്ളന്മാരെ അവരെയാണ് ഇപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം. ഗവൺമെന്റിലും നീതിയിലും ന്യായത്തിലും അവർ വർക്ക് ചെയ്യുന്ന കമ്പനികളിലുള്ള വിശ്വാസ്യത അവർക്കിപ്പോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെയും പിന്നില് അവർ തന്നെയായിരിക്കുമെന്ന് ചോച്ചോ പറയും. പക്ഷെ ഷിക്കടയാണെങ്കിൽ അതെല്ലാം കേട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പൊ എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ റിയോ പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ ഷിക്കടയായിട്ട് ഗെയിം കളിച്ചതും ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർക്കും. അതിനുശേഷം വീണ്ടും മാസ്ക് ഒക്കെ ഇട്ട് അവന്റെ ടീമിന്റെ കൂടെ പോകാനായിട്ട് തയ്യാറെടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവന്റെ കുട്ടിക്കാലം കാണിക്കും. അവന്റെ കുട്ടിക്കാലം മുതലേ അവൻ ആ ടീം ലീഡറിന്റെ കൂടെയാണ്. അവന്റെ അച്ഛൻ ആ ടീം ലീഡറിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവന്റെ പപ്പയാണെങ്കിൽ ഇപ്പൊ അവന്റെ തലയിൽ തലോടിയിട്ട് പറയും, പപ്പ പെട്ടെന്ന് വരും, ചെറിയൊരു മിഷൻ ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് മോനെ കാണാൻ പപ്പ ഓടി വരുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും ഇന്ന് കടന്നു പോവും. ഉടനെ അവന്റെ അമ്മ പറയും, നീ എപ്പോഴും പപ്പയോട് സ്നേഹത്തിലും വിധേയപ്പെട്ടും വേണം ജീവിക്കാൻ, കാരണം പപ്പ നല്ലവനാണ്. ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ പപ്പ സഹായിക്കുന്നത് നീ കാണുന്നില്ലേ? അതിനവൻ പറയും, എനിക്കും വലുതാവുമ്പോ പപ്പയെ പോലെ തന്നെ ആവണമെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോവും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നൈറ്റ് അവനും അവന്റെ അമ്മയും പപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത്രയും ടൈമായിട്ടും പപ്പയെ കാണാനില്ല. അപ്പൊ എന്തോ ഒരു ശബ്ദം കേട്ട് നമ്മുടെ പയ്യൻ അവൻ പുറത്തേക്ക് വരും. അവൻ കാണുക ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന അവന്റെ പപ്പയാണ്. അവന്റെ പിന്നാലെ തന്നെ അമ്മയെ ഓടി വന്ന് പപ്പയെ താങ്ങി എടുക്കാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും വലിയൊരു സ്ക്വാഡുമായി ഇവിടേക്ക് വന്നൊരുത്തൻ അവന്റെ അമ്മയെ വെട്ടിയെറിയും. അവൻ പേടിച്ച് നിലവിളിച്ച് അങ്ങനെ നിൽക്കുന്ന സമയം അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഐസ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ വില്ലനെ ആട്ടിച്ച് തെറിപ്പിക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവൻ കണ്ണു തുറക്കും. ചുറ്റും ആരെയും കാണാനുണ്ടാവില്ല. അവന്റെ തൊട്ടടുത്തേക്ക് ആ അങ്കിള് ആള് നടന്നു വരികയാണ്. അങ്കിള് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, മോന്റെ പപ്പയും അമ്മയും കൊന്നവനെ അങ്കിള് കൊന്നു, മോനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ മോൻ എപ്പോഴും സേഫ് ആയിരിക്കും. അതിനുശേഷം ദിവസങ്ങൾ കടന്നു പോകുന്തോറും
ആ അങ്കിളാണെങ്കില് അവനെയും അവരുടെ കൂടെ കൂട്ടി ഓരോ കാര്യങ്ങള് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അവനെയും കൂട്ടി അങ്കിള് പുറത്തേക്ക് വരും. ആള് പറയും, എന്റെ ടീമില് ഇനിയും ആൾക്കാരുണ്ട്, നമ്മളെല്ലാവരും ചേർന്ന് ഇന്നൊരു മിഷന് പോവാൻ പോവാണ്. ഉടനെ ഒരുപാട് പേര് മാസ്ക് ഒക്കെ ഇട്ട് അവിടേക്ക് വന്ന് നിൽക്കുകയാണ്. ആ അങ്കിള് പറയും, ഇവരെല്ലാവരും എന്റെയും നിന്റെ അച്ഛന്റെയും അസിസ്റ്റൻസ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഈ ടീമും ചേർന്ന് ഇതിനോടകം ഒരുപാട് കാര്യങ്ങൾ ഈ സൊസൈറ്റിയിൽ ചെയ്തു കഴിഞ്ഞു. സോ ഇനി നിന്റെ പപ്പയ്ക്ക് പകരം നീ ആയിരിക്കും എന്റെ വലം കൈയായി എന്റെ കൂടെ തന്നെ ഉണ്ടാവുക. നമ്മുടെ ഈ ടീമിന്റെ പേരാണ് വ്യാഖ്യാ ഗ്യാങ്, നല്ലവരായ കള്ളന്മാര്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനില് അവരാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് റിയോയുടെയും അങ്കിളിന്റെ അടുത്തേക്ക് വരും. അത് കണ്ട് അവൻ ഷോക്കായിട്ട് ചോദിക്കും, എന്റെ അച്ഛനും നിങ്ങളൊക്കെ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് മോഷണമായിരുന്നോ? ഉടനെ കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ അവൻ ടെൻഷനായിട്ട് പറയും, ഇത് വെറും മോഷണമല്ല, സ്വാർത്ഥരിൽ നിന്നും പണക്കാരിൽ നിന്നും ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങളാണ്. അതെടുത്ത് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും. ആക്ച്വലി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പുണ്യപ്രവൃത്തിയാണ്. സാധാരണ ജനങ്ങൾക്ക് മേലെ ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട്. അവർക്ക് ഒരു വെല്ലുവിളിയായാണ് ഈ ഒരു ടീം ഇപ്പൊ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഈ നന്മ പ്രവൃത്തികൾ അത് ഇഷ്ടപ്പെടാത്ത ഒരു സംഘം ആൾക്കാര് അവരാണ് ഞങ്ങളെ ആക്രമിച്ചതും നിന്റെ പപ്പയെയും മമ്മയെയും കൊന്നു കളഞ്ഞതും. നിന്റെ പപ്പയുടെ സ്വപ്നമാണിത്. സോ പപ്പയ്ക്ക് പകരം നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ആള് അവനോട് പറയും. ആളങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുമ്പോ ദരിദ്രരായ കുറച്ചു പേര് അവരിപ്പോ അവിടേക്ക് കയറി വരികയാണ്. ആള് മോഷ്ടിച്ചതില് ഓരോ പങ്ക് ഇപ്പൊ അവർക്ക് വീതം വെച്ച് കൊടുക്കാൻ തുടങ്ങും. അവരുടനെ ആ ടീമിന്റെ മുൻപിൽ ഇപ്പൊ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറയാണ്. ആ ആള് വീണ്ടും പറയും, ഒരു കാരണവശാലും നമ്മളെപ്പോലെ പാവപ്പെട്ട ജനങ്ങള് അവരാരുടെയും അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. സോ ഇന്നു മുതൽ ഞങ്ങളുടെ പ്രയാണത്തില് നിന്റെ പപ്പയ്ക്ക് പകരം നീ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞാനും ഞങ്ങളും അടങ്ങുന്ന ഈ ടീമിന്റെ ആഗ്രഹം അതാണ്. നിനക്കതിനുള്ള പൊട്ടൻഷ്യലും കരുത്തും പവറും അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. അവൻ ഒരു സെക്കൻഡ് അവന്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കും. അപ്പൊ അമ്മ പറഞ്ഞ വാക്കുകള് അതവന് ഓർമ്മ വരും. നീയും എന്നും നിന്റെ അച്ഛനെ പോലെ തന്നെ വേണം ജീവിക്കാൻ, അദ്ദേഹത്തെ വേണം മാതൃകയാക്കി എടുക്കാൻ. അങ്കിളാണെങ്കിൽ ഇപ്പൊ അവന് നേരെ ഒരു മാസ്ക് നീട്ടും. അവൻ ആ മാസ്ക് എടുത്തിട്ട് അന്ന് മുതൽ ആ നിമിഷം മുതൽ ഇവരുടെ ടീമിലെ ഒരു മെമ്പർ ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവൻ ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കാണ്. അപ്പൊ ആള് വീണ്ടും അവന്റെ അടുത്തേക്ക് വരും. അത് പറ്റി നീ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നിൽക്കുവാണോ? റിയോ ഉടനെ അവന്റെ കയ്യിലുള്ള ഡയല് അത് അങ്കിളിന് കാണിച്ചു കൊടുക്കും. ഇതെന്റെ ഫ്രണ്ടിന്റെ ഡയലാണ്. എനിക്കിവിടെ ആക്ച്വലി ഒരു ഫ്രണ്ട് ഉണ്ട്. അതിന് അങ്കിള് പറയും, അതൊരു നല്ല കാര്യമല്ലേ, ഞാനും നിന്റെ പപ്പയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, അതുപോലെ തന്നെ നീയും നല്ല ഫ്രണ്ട്സുകളെ കണ്ടെത്തുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ടെററായിട്ട് ലുക്ക് വിട്ട് അങ്ങനെ നടന്നു പോവാണ്. പക്ഷെ അവനാണെങ്കിൽ ആളെ ശ്രദ്ധിക്കാതെ ആ ഡയൽ തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റിയോഗി അവൻ വീണ്ടും ഷിക്കടയുടെ അടുത്തേക്ക് വരികയാണ്. ഷിക്കടയാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് റിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉടനെ അവർ ക്യാഷ്വലായിട്ട് സാധാരണ പോലെ സംസാരിച്ച് ഇപ്പൊ ഗെയിം കളിക്കാൻ തുടങ്ങും. ഷിക്കടയാണെങ്കിൽ ഓൾറെഡി ഒരുപാട് പ്രാക്ടീസും ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ ഇത്തവണ ഷിക്കടയെ അത്ര എളുപ്പത്തിൽ അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. അവരുടെ കളി അതെങ്ങും എത്താതെ അങ്ങനെ മുൻപോട്ട് പോവാണ്. പോയി രാത്രിയായിട്ടും അവരുടെ കളി അത് നിൽക്കില്ല. അവനാണെങ്കിൽ ഷിക്കടയായിട്ടുള്ള ആ ബോണ്ടിങ് അത് ഒരുപാട് ഇഷ്ടാവും. ഇനി ഒരു പക്ഷേ ഇതായിരിക്കോ റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ അവൻ ചിന്തിക്കാൻ തുടങ്ങും. ഉടനെ ഷിക്കട പറയും, നമ്മൾ ഗെയിം കളിച്ച് ഇപ്പൊ ഒരുപാട് നേരം വൈകി, ബാക്കി എന്നാ നാളെ ആയ പോരെ. അവനാണെങ്കിൽ ഇപ്പൊ കയ്യിൽ കരുതിയ ഒരു വിളക്കെടുത്ത് അവിടെ കത്തിച്ചു വെക്കും. ഉടനെ ഷിക്കട അവനിപ്പോ റിയോഗിയോട് ചോദിക്കും, നീയും വ്യാഹ്യ ഗ്യാങ്ങിലെ ഒരു മെമ്പർ അല്ലേ? അത് കേട്ട് റിയോഗി ഷോക്കാവും. ഉടനെ അവൻ പറയും, അയ്യോ അല്ല, ഞാൻ ആ ടീമിലെ മെമ്പറൊന്നും അല്ല, എനിക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ ഇത്രയും ചെറിയ ആളല്ലേ, എന്നെ പോലെ ഒരാളൊന്നും ടീമിലെ മെമ്പർ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കും. അതിന് ഷിക്കട പറയും, നീ നേരത്തെ കണ്ണാടിക്കാരൻ മാസ്റ്റർ അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടപ്പോഴും ഞങ്ങൾക്ക് നീ ആരാണെന്നും നിന്റെ പവർ എന്താണെന്നും മനസ്സിലായതാണ്. നീ ഇപ്പൊ കൊണ്ടുവന്ന ഈ വിളക്ക് ഇതുപോലും മോഷ്ടിച്ചെടുത്തതാണ്. അത് കേട്ട് അവൻ എന്താ പറയണ്ടെന്നറിയില്ല. അവന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ആ വിളക്ക് താഴേക്ക് വീണ് പൊട്ടും. റിയോ പറയും, അതെ, ഞാനും ആ ടീമിലെ ഒരു മെമ്പറാണ്. നീ എന്നെ ലീഫ് വില്ലേജിലെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ പോവാണോ? അതിന് ഷിക്കട പറയും, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. മോഷണം ഒന്നിനും പരിഹാരമല്ല. മാത്രമല്ല നിന്റെ ടീമിലുള്ളവര് പിന്നെ വെറും ഒരു ടൂളായിട്ട് മാത്രമാണ് ഇത്രയും കാലവും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് റിയോ അവൻ ടെൻഷനാവും. ഐ സ്റ്റൈൽ ഉപയോഗിച്ച്
അവനിപ്പോൾ ഷിക്കടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റിന് ശേഷം അവൻ ഷിക്കടയോട് ക്ഷമ ചോദിച്ച് വലിയൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് തിരികെ വീണ്ടും അവൻ്റെ ടീംമേറ്റ്സിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഉടനെ അങ്കിളും ടീമും അവനങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.